ഹലോ ഗൈസ്, വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മക്കളെയൊക്കെ കൂട്ടിയിട്ട് പാടവും തോടൊക്കെ കാണാൻ പോകുന്നത് ഒരു സ്ഥിരം സംഭവമാണ് കേട്ടോ. ഇന്ന് അങ്ങനെ പോവുകയാണേ. പക്ഷേ ഇന്നത്തെ പോക്കിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കാരണം ചൂണ്ടയിടാൻ വേണ്ടിയിട്ടാണ് പോണത്. അച്ഛനാണ് മെയിൻ കേട്ടോ. പിന്നെ ചേച്ചീൻ്റെ മോനും ഉണ്ട്. രണ്ടുപേർക്ക് ഇതിനോട് കുറച്ച് ക്രേസുള്ള ആൾക്കാരാണ്. അങ്ങനെ ഞങ്ങളിതാ താഴെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഫുള്ള് പാടാണ്. ഇപ്പോൾ ഫുള്ള് കാടൊക്കെ പിടിച്ചിട്ട് കിടക്കുകയാണ് കേട്ടോ. പിന്നെ മീനുകളൊക്കെ കൂടുതലുള്ള ഒരു സ്ഥലം കണ്ടപ്പോൾ രണ്ടാളും അവിടെ നിന്നു കേട്ടോ. എന്നിട്ട് ഇതാ വേഗം കൊക്കയിൽ മണ്ണിരേനൊക്കെ കോർത്തിട്ട് അവരവരുടെ പരിപാടി തുടങ്ങുകയാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് ഞാനും അനിയനും കൂടെ മീൻ പിടിക്കാൻ ഇതേപോലെ പോകുന്നതായിരുന്നു കേട്ടോ. അങ്ങനെ കുട്ടിക്കാലത്ത് എൻ്റെ പല കാര്യങ്ങളിലും എൻ്റെ ഗുരു അനിയൻ തന്നെയായിരുന്നേ. ചൂണ്ടയിട്ട് മീൻ പിടിക്കാനും സൈക്കിൾ ഓടിക്കാൻ പഠിക്കാനോ അങ്ങനെ എല്ലാത്തിനും കേട്ടോ. പിന്നെ അവിടെ ഒരു കുഞ്ഞ് തോടുണ്ടായിരുന്നു. അവിടെ കുറച്ച് വെള്ളവും കുറവായിരുന്നു കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ ഇറങ്ങിയിട്ട് ഇതാ ഭയങ്കര കളിയായിരുന്നു രണ്ടാളും കൂടെ. ആദ്യം വെള്ളത്തിലിറങ്ങാൻ വേണ്ടിയിട്ട് തിച്ചുവിന് നല്ല മടി ഉണ്ടായിരുന്നു. പിന്നെ തിച്ചു കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുടുങ്ങിയത്. ഓടിക്കളിക്കുകയായിരുന്നേ. പിന്നെ അപ്പുറത്തേക്ക് ചാടും ഇപ്പുറത്തേക്ക് ചാടും അങ്ങനത്തെ കളിയൊക്കെ ആയിരുന്നു കേട്ടോ. കുട്ടിക്കാലത്ത് ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള എല്ലാവരും കൂടെ ഗ്യാങ് ആയിട്ട് ഇങ്ങനെ ഒരു പോരലാണ് മീനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചൂണ്ടൊക്കെ ഇട്ട് മീനൊക്കെ കിട്ടി ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്തായിരിക്കും ഞങ്ങൾ തരുന്ന അച്ചമ്മ വരിക കേട്ടോ. വന്നാലും കുറച്ച് നേരം എവിടെ പോയത് എത്ര സമയം എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുമെങ്കിലും പിന്നെ ഞങ്ങളുടെ എല്ലാ കളിക്കും അച്ചമ്മയും കൂടെ നിൽക്കുമായിരുന്നേ. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ പൊന്നൂന് നല്ലൊരു വലിയ മീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മീൻ പിടിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവൻ അത്യാവശ്യം നല്ല മീൻ ഇങ്ങനെ വരുമ്പോഴൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. രണ്ടാളും കൂടെ പിന്നെ വെള്ളത്തിൽ ഇരുന്നിട്ടുള്ള കളിയൊക്കെ ആയിരുന്നേ. കൂടെ അനിയത്തി ഉണ്ടായിരുന്നു. അനിയത്തിയാണ് എനിക്ക് വീഡിയോസൊക്കെ എടുത്ത് തരുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ തിരിച്ച് പിന്നെ കയറാതെ ആയിരുന്നത്. രണ്ടുപേരും കയറ്റാൻ വേണ്ടിയിട്ട് പാട് പെടുകയായിരുന്നു കേട്ടോ. അവസാനം ഞാൻ കുട്ടിക്കാലത്ത് ഓണത്തിൻ്റെ സമയത്തൊക്കെ സ്കൂൾ വിട്ടാൽ നേരെ വരുന്നത് പിന്നെ പാടത്തേക്കാണ്. അന്നൊക്കെ പൂവിടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പൂക്കളും പാടത്തുനിന്ന് കിട്ടുമായിരുന്നു കേട്ടോ. ഈ ഇല കരിഞ്ഞിട്ട് പൂവിടുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഒരു സംഭവമാണ് ഈ കതിര് കേട്ടോ. ഇതും പൂവിടാൻ വേണ്ടിയിട്ട് എടുക്കുമായിരുന്നു. ഇങ്ങനെയാണ് എടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ നൈസായിട്ട് പൂവിൻ്റെ കൂടെ ഇടയെ കലർത്തിയിട്ട് ഇങ്ങനെ ഇടായിരുന്നു കേട്ടോ. ആദ്യം നിന്ന സ്ഥലത്ത് നിന്ന് ഇതിപ്പോൾ കുറച്ച് മാറിയിട്ട് വേറൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ദിച്ചുട്ടിന് തൊട്ടാവാടീനെ കാണിച്ചു കൊടുക്കുകയാണ്. ദിച്ചുവിന് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. പിന്നെ അത് ഒരു കളിയാക്കി എടുത്തു കേട്ടോ കുറച്ച് നേരം. ഇവിടെ രണ്ടുപേർക്ക് അത്യാവശ്യം നല്ല മീനൊക്കെ കിട്ടുന്നുണ്ട്. അതിനൊക്കെ അപ്പോൾ കവറിലാക്കുന്നുണ്ട് കേട്ടോ. അച്ഛനൊരു മീനെ കിട്ടിയതിന് ഞാൻ ഒന്നുകൂടെ എങ്ങനെ കാണിക്കുമോ വീഡിയോ എടുക്കാനെന്ന് പറഞ്ഞിട്ട് അച്ഛൻ തോട്ടിലേ നെട്ടതിരുന്നു. ആ മീൻ ചാടിപ്പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി മീനിൻ്റെ കവറൊക്കെ മാറ്റി ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളെ